അതങ്ങനെയാണെന്ന് തോന്നണ്ട. ഇല്ല, അന്ന് മുതൽ എനിക്ക് ഒരുപാട് അറ്റാച്ച്മെന്റ് തോന്നിയ കാര്യങ്ങൾ. നിങ്ങളിടുന്ന എനിക്ക് വിഷമമില്ല, അതിന്റെ തെറ്റിദ്ധാരണ കൊണ്ടാണോ ശരിയായ ധാരണ കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങളിടുന്ന് എനിക്ക് വിഷമം വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഞാനത് തള്ളിക്കളയുന്നത്. എൻ്റെ മക്കൾ എന്നോട് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് ക്ഷമിക്കും. പക്ഷെ അത് നിരന്തരമായി കഴിഞ്ഞാൽ എനിക്ക് വേദന വരും. എനിക്ക് ചിലപ്പോൾ തെറ്റായ ധാരണ ആയിരിക്കാം. എനിക്ക് ആ തെറ്റായ ധാരണ വരാനുള്ള അവസരം വരികയാണ് ഇവിടെ. ചിലപ്പോൾ നിങ്ങൾ വാർത്തായിരിക്കാം. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ഞാൻ മാനസികമായിട്ട് തളരാണ്. പിന്നെ ഞാൻ പൊട്ടിത്തെറിക്കും. അത് വലിയ വൈരാഗ്യം വെച്ചിട്ടോ അല്ലെങ്കിൽ വെറുപ്പ് വെച്ചിട്ടോ ആയിരിക്കില്ല. അപ്പത്തെ ദേശത്തിന്റെ പുറത്ത് ഞാൻ എന്തെങ്കിലും പറയും. പക്ഷെ ഇതൊരു മുതലെടുപ്പാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. ഇതുവരെ ഞാൻ അവിടെ പോയിട്ട് എൻ്റെ സംഘടന പറഞ്ഞില്ല. ഷാനവാസ് എന്താണ് പ്രശ്നം ചോദിച്ച് എൻ്റെ അടുത്തെടുക്കും. അതിൽ എൻ്റെ എന്തെങ്കിലും അവരുടെ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങൾ എടുത്ത് ചൂണ്ടിക്കാട്ടി ഇതേപോലെ എന്നെ കൊത്തി വലിക്കും. ഇപ്പൊ പോലും ഞാനവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. ഷാനവാസ് എനിക്ക് കുറച്ച് സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. സ്നേഹത്തോടെ വിളിച്ചു എന്നിട്ട് പറയുന്നത്, എന്തുകൊണ്ട് മിത്രമായ എന്നോട് പറഞ്ഞില്ല നമ്മൾ സെറ്റിലായ കാര്യം, അതായത് പ്രശ്നങ്ങൾ തീർത്ത കാര്യം. ഇപ്പോഴോ